നമസ്കാരം. IPL റൺവേട്ടക്കാരുടെ ആദ്യ പത്തിൽ വീണ്ടും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെയും അർദ്ധ സെഞ്ചുറി നേടിയ മുംബൈ താരം രോഹിത് ശർമ്മ റൺവേട്ടക്കാരുടെ പട്ടികയിൽ രാജസ്ഥാൻ റോയൽസ് നായകൻ സഞ്ജു സാംസണെയും കൂടി ഇപ്പോൾ മറികടന്നിരിക്കുന്നു. ഹൈദരാബാദിനെതിരായ 76 റൺസുമായി പുറത്താകാതെ നിന്ന മുംബൈയുടെ വിജയശില്പിയായ രോഹിത് 8 കളികളിൽ 228 റൺസുമായി റൺവേട്ടക്കാരുടെ പട്ടികയിൽ 19ാം സ്ഥാനത്തെത്തി. രോഹിത്തിന്റെ തുടർച്ചയായ രണ്ടാം അർദ്ധ സെഞ്ചുറിയാണിത്. തൊട്ടുമുന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 45 പന്തിൽ 76 റൺസുമായി പുറത്താകാതെ നിന്ന രോഹിത് ഇന്നലെ ഹൈദരാബാദിനെതിരെ 46 പന്തിൽ 70 റൺസ് എടുത്തു. ഈ രണ്ട് മത്സരങ്ങളിലെ പ്രകടനമാണ് സഞ്ജു സാംസണെ മറികടന്ന് റൺവേട്ടയിൽ 19ാം സ്ഥാനത്തേക്ക് എത്താൻ രോഹിത്തിനെ സഹായിച്ചത്. അതേസമയം തന്നെ പരിക്ക് മൂലം ലക്നൌവിനെതിരായ കഴിഞ്ഞ മത്സരത്തിൽ കളിക്കാതിരുന്ന സഞ്ജുവിന് ഇന്ന് ബാംഗ്ലൂരുവിൽ നടക്കുന്ന മത്സരത്തിൽ കളിക്കാനാവില്ല. 7 മത്സരങ്ങളിൽ 227 റൺസ് എടുത്ത സഞ്ജു റൺവേട്ടക്കാരുടെ പട്ടികയിൽ 21ാം സ്ഥാനത്താണ്. ഇപ്പോൾ റൺവേട്ടക്കാരുടെ ആദ്യ പത്തിൽ മാറ്റമുണ്ട്. ഇന്നലെ ഹൈദരാബാദിനെതിരായ 19 പന്തിൽ 40 റൺസുമായി പുറത്താകാതെ നിന്ന മുംബൈയുടെ സൂര്യകുമാർ യാദവ് റൺവേട്ടയിൽ 3ാം സ്ഥാനത്തേക്ക് ഉയർന്നതാണ് പ്രധാന മാറ്റം. 9 മത്സരങ്ങളിൽ 373 റൺസുമായാണ് സൂര്യ 3ാം സ്ഥാനത്തെത്തിയത്. 8 കളികളിൽ 417 റൺസ് എടുത്ത സായി സുദർശനും 9 കളികളിൽ 377 റൺസ് അടിച്ച നിക്കോളാസ് പൂരനും തന്നെയാണ് ആദ്യ 2 സ്ഥാനങ്ങളിലുള്ളത്. ഇന്നലെ ഹൈദരാബാദിനെതിരായി തിളങ്ങിയതോടെ തന്നെ റൺവേട്ടക്കാരുടെ ലിസ്റ്റിൽ ജോസ് ബട്ട്ലർ 356ഉം മിച്ചൽ മാർഷ് 344 എന്നിവരുമാണ് സൂര്യ മറികടന്നത്. എയ്ഡൻ മാർക്രം 326ഉം 6ാമത് KL രാഹുലുമാണ് 323ലും. 7ാമത് വിരാട് കോഹ്ലി 322ഉം 8ാമത് എത്തിയിട്ടുണ്ട്. യശസ്വി ജയ്സ്വാൾ 307ലും ശുഭ്മൻ ഗിൽ 305ലും എന്നിവരുമാണ് ആദ്യ പത്തിലുള്ളത്. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ്. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ സീസണിലെ ആദ്യ മത്സരങ്ങളിലെല്ലാം നിരാശപ്പെടുത്തിയെങ്കിലും പ്രകടനം ഇപ്പോൾ നല്ലതായി കാഴ്ചവെച്ചു. എന്നാൽ രണ്ടാം പാദത്തിൽ തകർപ്പൻ തിരിച്ചുവരവ് തന്നെയാണ് ഇപ്പോൾ മുംബൈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനം കളിച്ച 4 മത്സരങ്ങളിലും മുംബൈ തകർപ്പൻ ജയമാണ് നേടിയിരിക്കുന്നത്. 3ാം സ്ഥാനത്തേക്ക് തന്നെ ഉയരാൻ നിലവിൽ മുംബൈക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നിൽ നിന്ന് മുന്നോട്ട് കയറി പ്ലേ ഓഫ് സാധ്യത സജീവമാക്കുകയാണ് മുംബൈ ഇപ്പോൾ. ഹാർദിക് പാണ്ഡ്യയും സംഘവും കളിച്ച അവസാന മത്സരങ്ങളിലെല്ലാം ഗംഭീര പ്രകടനമാണ് പുറത്തെടുത്തിരിക്കുന്നത്. എഴുതിത്തള്ളിയവർക്ക് മുന്നിൽ പൊരുതി ജയിച്ചു മുന്നേറുന്ന മുംബൈ ഇത്തവണ കിരീട പ്രതീക്ഷയും വാനോളം ഉയർത്തുകയാണ്. ഈ സീസണിലെ കിരീടം മുംബൈ സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് പറയണം. ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട്. ഇതെന്തൊക്കെയാണെന്ന് പരിശോധിക്കേണ്ടതുമാണ്. മുംബൈയുടെ കിരീട സാധ്യതകൾ ഉയർത്തുന്ന പ്രധാന കാര്യം ടീമിലെ സൂപ്പർ താരങ്ങൾ ഫോമിലേക്ക് എത്തിയെന്നതാണ്. രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവുമാണ് മുംബൈയുടെ തുറപ്പുചീട്ടുകൾ. അവർ തന്നെ കഴിഞ്ഞ ദിവസം കളിച്ച കളികൾ എല്ലാവരും മിന്നുന്ന പ്രകടനമായി തന്നെ വിശേഷിപ്പിക്കുന്നു.